ചാവക്കാട് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ എസ് ഷീബ, കൌൺസിലിലെ മുതിർന്ന അംഗം 18-ാം വാർഡിൽ നിന്നുള്ള സിപിഎം പ്രതിനിധിയായ PI വിശ്വംഭരന് ആദ്യമായി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതലുള്ള വാർഡുകളിൽ നിന്ന് വിജയിച്ചവർക്ക് PI വിശ്വംഭരൻ സത്യവാചകം ചൊല്ലി നൽകി. LDF-ലെ P. യതീന്ദ്രദാസ് ഒഴികെ 20 അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയെടുത്തപ്പോൾ P. യതീന്ദ്രദാസ് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞയെടുത്തു. UDF-ൽ മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളും കോൺഗ്രസ് 5, 6 വാർഡിലെ അംഗങ്ങളും അള്ളാഹുവിന്റെ നാമത്തിലും, 9-ാം വാർഡിലെ ഷർമിള സത്താർ ദൈവനാമത്തിലും, 12-ാം വാർഡിലെ ജോയ്സ് ടീച്ചർ തോമസ് ലീഹായുടെ നാമത്തിലും, ബാക്കിയുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഈശ്വരനാമത്തിലും പ്രതിജ്ഞയെടുത്തു. നഗരസഭാ സെക്രട്ടറി ആകാശ് സ്വാഗതവും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ റീഷ്മ സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മുതിർന്ന അംഗം PI വിശ്വംഭരന്റെ അധ്യക്ഷതയിൽ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. LDF അംഗങ്ങൾ KP വത്സലന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. UDF അംഗങ്ങൾ ചാവക്കാട് നിന്നാണ് സംഘമായി എത്തിയത്. ചടങ്ങ് കാണുവാനും നിരവധി പേരുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പ്.